الصالحين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله سيد الأولين والآخرين وأفضل خلق الله أجمعين صلوات الله وسلامه عليه وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. കാരുണ്യവാനായ അള്ളാഹു ഈ ദിവസം നമ്മുടെ എല്ലാ കഴിഞ്ഞകാല പാപങ്ങളും പൊറുക്കപ്പെടുന്ന നിലക്കുള്ള ഒരു ദിവസമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരു തൗബയുടെ സദസ്സായി അള്ളാഹു ഇതിനെ പരിഗണിച്ച് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ ഖുതുബ വളരെ പ്രസക്തമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അനിവാര്യമായി പാലിച്ചിരിക്കേണ്ട, ചെയ്തു തീർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയത്. നാം ഒക്കെ നിൽക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. 4 അനുഗ്രഹീതമായ മാസങ്ങൾ. അതിൽ ഒന്ന് അള്ളാഹ് ആകാശഭൂമികളെ സൃഷ്ടിച്ച കാലം മുതൽ 12 മാസങ്ങളുണ്ട്. അതിലേറ്റവും അനുഗ്രഹീതമാണ് ദുൽഹിജ്ജ മാസം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ 10 ദിവസം. ഖുതുബയിൽ നമ്മൾ കേട്ടു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉദ്ധരിച്ചുള്ള ഒരു ഹദീസ്. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള മറ്റൊരു ഹദീസ്. മാ മിൻ യൗമിൻ അഫ്ളലു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജീവിതത്തിലെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ദിവസം, അമലു ചെയ്യാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാകുന്ന ദിവസം ദുൽഹജ്ജിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. ശഫീഉനാ റസൂലുള്ളാഹി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്നിരുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി ചെയ്യാനുള്ള, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന, അള്ളാഹ് കബൂൽ നൽകുന്ന ദിവസങ്ങളാണ് ഈ 10 ദിവസം. ശ്രദ്ധിക്കണം, കഴിഞ്ഞ കാലത്തുള്ള ആളുകൾക്കൊന്നും കൊടുക്കാത്ത ഒരു ഓഫർ കൊടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ സമൂഹങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ സ്വർഗത്തിലെത്തിയത്, അല്ലെങ്കിൽ എത്താൻ പോകുന്നത്. എന്തുകൊണ്ട്? കഴിഞ്ഞകാല ആളുകൾ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഇബാദത്ത് ചെയ്തതൊന്നും ചെയ്യാതെ ഇത്തരം ചില ആനുകൂല്യങ്ങളെ ഉപയോഗപ്പെടുത്തുക വഴി ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഉമ്മത്തുർ റസൂലുള്ളാഹി തങ്ങളുടേതായിരിക്കും, അഥവാ ഉമ്മത്തിനായിരിക്കും. എങ്ങനെ കിട്ടി? ഇത്തരം ചില ഓഫറുകളെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. അമലുകൾ കൂടുതൽ ചെയ്യണമെന്നാണ് ഇന്നത്തെ ഖുതുബ ഓർമ്മപ്പെടുത്തിയത്. അമലുകളിൽ ഏറ്റവും നല്ലതാണ് തൗബ. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. നാം കേട്ടു കഴിഞ്ഞു. മറ്റൊരായത്ത് അദ്ദേഹം ഉദ്ധരിച്ചു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിരാശപ്പെടരുത്. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും നിരാശപ്പെടരുത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനൊത്തുള്ള നിരാശപ്പെടരുത്. ശ്രദ്ധിക്കണം, ഈ മാസം ഈ 10 ദിവസം ചെയ്യാനുള്ള മെയിൻ ഒരു അമല്, കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നത് ഒറ്റക്കിരുന്നോ കൂട്ടത്തിലിരുന്നോ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അതിനുള്ള സമയമാണ്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. യഗ്ഫിറു ദുനൂബ ജമീഅ എന്നാ പറഞ്ഞത്. എല്ലാ പാവങ്ങളും പൊറുക്കപ്പെടാൻ മാത്രം സ്വീകാര്യയോഗ്യനാണ് അള്ളാഹു. അതുകൊണ്ടൊന്നത് ചെയ്യുക. 2 തക്ബീറുകൾ, 3 തസ്ബീഹുകൾ, 4 സ്വലാത്തുകൾ. ഇതൊന്നും ആർക്കൊന്നും മുടക്കമുള്ള കാര്യമില്ല. അവകളെയൊക്കെ അധികരിപ്പിക്കുക. ഏതെങ്കിലും പശുവിനെയോ ആടിനെയോ ഉളഹിയെ തറുക്കാൻ പറ്റുന്ന മൃഗങ്ങളെയോ കണ്ടാൽ അല്ലാഹു അക്ബർ, അത്ര മതി.
അല്ലാഹു അക്ബർ. ആ സുന്നത്തുകളൊക്കെ ഈ മാസം ആദ്യത്തെ 10 ദിവസം പാലിക്കുക. ഏറ്റവും നല്ല ദിക്റുകൾ ഈ മാസത്തിൽ ചെയ്യേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുതുബയിൽ പറഞ്ഞതാണ്. നമ്മളത് സമസ്തക്കാരോ അല്ലെങ്കിൽ പഴയ മൂല്യന്മാരോ ഒന്നും പറയുന്നൊന്നുമല്ല. ഔദ്യോഗികമായി ഒമാന്റെ ഖുതുബയിൽ വരെ പറഞ്ഞ കേസാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഇതൊന്നും നമുക്ക് മുടക്കില്ല, ചെയ്യുക. ഈ വരുന്ന ഞായറാഴ്ച, ഈ വരുന്ന ഞായർ, ഇന്നിപ്പോൾ വെള്ളിയാണ്, ശരി ഞായർ രാത്രി 9:30 മണിക്ക് നമ്മുടെ റിസാല ഭവനിൽ ഒരു ദിക്റിൻ്റെ മജ്‌ലിസ് വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളെ മാനിച്ചിട്ട് നിങ്ങളെല്ലാവരെയും അതിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ്. ഇതൊരു ക്ഷണമായി സ്വീകരിക്കുക. ഒരു അരമണിക്കൂറോടെ വന്നിരുന്നിട്ട് ഇപ്പം പറഞ്ഞു കേട്ടല്ലോ, ഈ ആദ്യത്തെ 10 ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നത് അള്ളാഹ് ഏകനാണ്, ആരാധനക്കർഹൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന ആ അലംഘനീയമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു അരമണിക്കൂർ അസ്മാഉൽ ഹുസ്ന അങ്ങ് ചൊല്ലി അള്ളാഹുലേക്ക് അടുക്കാൻ ഒരു അവസരം ഞായറാഴ്ച രാത്രി 9:30 മണിക്ക് നിങ്ങളെല്ലാവരെയും സാന്ദർഭികമായി ക്ഷണിക്കുന്നു. വരാൻ കഴിവുള്ളവരൊക്കെ എത്തിച്ചേരണം. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം നമുക്ക് 1 മുതൽ 10 വരെ നോമ്പ് സുന്നത്താണ്. ഈ ദിവസം കഴിയുന്നവരൊക്കെ അതൊന്ന് പിടിക്കുക. നോമ്പ് 1 മുതൽ 10 വരെ. അതിലേറ്റവും ശ്രേഷ്ഠമാണ് അറഫ, വിട്ടുപോകരുത്. കേട്ടല്ലോ ഖുതുബയിൽ, നിലനിൽക്കുന്ന ഒരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും പൊറുക്കപ്പെടാൻ കാരണമാണ് ഏതു നോമ്പ്? അറഫ നോമ്പ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി 8 കൂടി പിടിക്കുക. ദുൽഹജ്ജ് 8, 9, കഴിയുന്നവർ 1, 9, ഇല്ലാത്തവർ 9, 8. ഇനി അതിനും കഴിയാത്തവരുണ്ടെങ്കിൽ ഈ 1, 9 വരുന്ന തിങ്കൾ വ്യാഴം ഉണ്ടല്ലോ, അതെങ്കിലും ആ സുന്നത്തിനെ മാനിച്ചിട്ട് പിടിക്കാൻ നോക്കുക. എന്നാലും നമ്മളൊക്കെ നോമ്പ് നോക്കുന്നവരല്ലേ, അള്ളാഹുലേക്ക് അടുക്കേണ്ട ഒരു സമയമാണ്. കഴിയുമെങ്കിൽ അത് ചെയ്യുക. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാവുക. ഈ സംഭവങ്ങളൊക്കെയാണ്. അതോടൊപ്പം 1 മുതൽ 9 വരെയുള്ള രാത്രിയിൽ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്തും ഓതൻ. ഇനി ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസം വെറും 1.5 മിനിറ്റ് മതി ഇതൊക്കെ വേണമെന്ന് വെച്ചാൽ. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറയും രാത്രിയിൽ എപ്പോഴെങ്കിലും ഇനിയുള്ള പെരുന്നാൾ വരെയുള്ള രാത്രികളിൽ ഓതാൻ ശ്രമിക്കുക. അതിനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവും. വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. അന്ന് പറയാൻ പോകുന്ന ഗംഭീരമായ ഒരു വിഷയമാണ്. ആ വിഷയത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ അള്ള ഉപയോഗിച്ചത് ഈ 10 രാത്രികളെയാണ്. ഇരട്ടയാണ് സത്യം, വൽ വത്തർ ഒറ്റയാണ് സത്യം. അങ്ങനെ 4 സംഭവങ്ങളെ പിടിച്ച് സത്യം ചെയ്തിട്ട് അള്ള പറയുന്നതാണ് ആദെവിടെ പോയി, സമൂദ് എവിടെ പോയി, ഒന്നുമല്ല. ഈ 1.5 ചാണുള്ള ഒന്നുമല്ല. ആദെവിടെ പോയി? അതാരാ? ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. അമ്മാതിരി ഒരു ഖൗമിനെ ഈ ആകാശമണ്ഡലങ്ങളിലോ ഭൂമിക്ക് താഴെയോ അള്ള ഉണ്ടാക്കിയിട്ടില്ല. അത്ര ശക്തന്മാരായി. അതിൽ ഒരാൾക്ക് ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഒരൊട്ടകം വേണം. ശക്തന്മാരാ, വലിയ ആളുകളാ. എവിടെ പോയി എന്നാ ചോദിച്ചത്. വാദികളിൽ, താഴ്വാരങ്ങളിൽ പാറകൾ കൈകളെ കൊണ്ട് തുരന്നെടുത്ത് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയ സമൂദ് എവിടെ പോയി? ആ സമൂദിലേക്ക് വന്ന പ്രവാചകനായിരുന്നു മഹാനായ നബിയുല്ലാഹി സ്വാലിഹ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് 5-ാം നമ്പറിൽ കാണുന്ന ഒട്ടകം പുറപ്പെട്ട സ്ഥലം. ആ ഖൗമ് ചോദിച്ചു. ആ ഭീകര സംഭവങ്ങളെ സമർത്ഥിക്കാൻ അള്ള ഉപയോഗിച്ച 4 കാര്യങ്ങൾ സത്യം ചെയ്തു പറയുകയാണ്. അത് ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയമാണ്. അവര് പറഞ്ഞു, നിന്റെ അള്ളാഹിനെ ഞങ്ങൾ വിശ്വസിക്കണോ? വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഈ പാറയുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം നടന്നു വരണം. അള്ളാഹിനോട് പറഞ്ഞു. പ്രവാചകൻ ആവശ്യപ്പെട്ടു, അള്ള കൊടുക്കാന്ന് വെച്ചു. ആ ഒട്ടകം എന്ന സ്ഥലമാണ് കാണുന്ന താഴെ കാണുന്ന പാറക്കെട്ട്. അപ്പോഴും ചിന്തിക്കും, ഇത് നമ്മളുണ്ടാക്കി പറയുന്നതാണ്. ഖരീഫിന്റെ ടൈമിൽ നിങ്ങൾ അവിടെ ചെന്ന് നോക്ക്. ഖരീഫ് സീസൺ എടുക്കുമ്പോൾ ഒരു ലേഡി, ഒരു ജെന്റിൽമാൻ, ഈ 2 ആളുകൾ ഗവൺമെന്റ് ചെലവിൽ അവിടെ ഇരുന്നിട്ട് വിശദീകരിക്കുന്നു. കഴിഞ്ഞ വർഷവും വിശദീകരിച്ചു. എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്, എൻ്റെ കണ്ടുകൊണ്ട് കണ്ടതാണ് ഈ സംഭവം. ഈ പാറയുടെ ഉള്ളിൽ നിന്നാണ് സ്വാലിഹ് നബിയുടെ ഒട്ടകം വന്നത്. ഓക്കെ, ജനതേ, ഇത് അള്ള നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ദൃഷ്ടാന്തമായി ഇറക്കിയ ഒട്ടകാണ് കേട്ടോ. ഒന്നും ചെയ്യരുത്. ഫദറൂഹ, ഒഴിവാക്കി വിടതിനെ. അത് വഴി കൂടിയൊക്കെ നടന്നു പോട്ടെ. വലാ തമസ്സൂഹ ബിസൂഇൻ, ഇടങ്ങേറൊന്നും അതിനോട് ചെയ്യരുത്. ഫഅഖറൂഹ, എന്ത് ചെയ്തു കളഞ്ഞു? അവര് അറുത്ത് കളഞ്ഞു. അതിന്റെ ബ്ലഡ് അവിടെ കാണുന്നുണ്ട്. അറുത്ത് കളഞ്ഞു. ഫഖാല, അപ്പൊ നബി പറഞ്ഞു,
തമത്തഉ ഫീ ദാരിക്കും, വീട്ടിൽ കുത്തിയിരുന്നു. സലാസത്ത അയ്യാം, 3 ദിവസം. ദാലിക വഅദുൻ ഗൈറു മക്ദൂബ്, കളവല്ലാത്ത വാഗ്ദാനമാ ഞാൻ പറയുന്നത്. 3 ദിവസം നീയൊക്കെ നിന്റെ വീട്ടിൽ കുത്തിയിരുന്നോ, വരും ശിക്ഷ. فأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. കത്തിയൊടുങ്ങിയ ചമ്പലായി പോയ വെണ്ണീറ് കണക്ക് ഭീകരരായിരുന്ന മനുഷ്യരെ മുഴുവൻ ഒരു ഘോര ശബ്ദം കൊണ്ട് അല്ലാഹു തആല തീർത്തു കളഞ്ഞു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വാസികളെയും അവ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ലോകമെന്നും ശ്രദ്ധിക്കപ്പെടുന്ന ഭീകര സംഭവങ്ങളെയൊക്കെ ജനത്തിന് സാക്ഷ്യപ്പെടുത്താൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങളവറുകൾ ശ്രമിക്കുമ്പോഴാണ് അല്ലാഹ് സത്യം ചെയ്തു പറയുന്നത്, ഇതൊക്കെ ഇവിടെ നടന്നതാണ് ഖൗമേ, ശ്രദ്ധിച്ചോ. വൽ ഫജ്ർ, പ്രഭാതത്തിൽ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികളും തന്നെയാണ് സത്യം. ഈ കാര്യങ്ങളൊക്കെ പറയാൻ അല്ലാഹ് ഉപയോഗിച്ചത് ഈ 10 ദിവസങ്ങളെയാണ്. ഒറ്റ സെക്കൻഡ് അവിടെ ശ്രദ്ധിക്കണം. വജാ റബ്ബുക, ഞാൻ ഓതാൻ പറഞ്ഞ സൂറത്ത് ഏതായിരുന്നു? വൽ ഫജ്ർ. അതിൽ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫാ, മലക്കുകളൊക്കെ സഫായി നിൽക്കുമ്പോഴാണ് നിന്റെ റബ്ബ് വരുന്നത് കേട്ടോ. അല്ലാഹു കാണാൻ ഭാഗ്യം നൽകട്ടെ. നിന്റെ റബ്ബ് വരുന്ന ഒരു രംഗമുണ്ട് അവിടെ നിന്ന്. വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ, അസമയമാണ് നരകത്തെയും കൊണ്ടുവരുന്നത്. യതദക്കറുൽ ഇൻസാനു, ആ സമയം മനുഷ്യൻ ആലോചിക്കും. ഫഅന്നാ ലഹു ദിക്റാ, അപ്പൊ നീ ആലോചിച്ചിട്ട് എന്താണ് ആ കാര്യം? ഞാൻ പറഞ്ഞത് മുഴുവൻ മറന്നാൽ ഇത് മറക്കരുത്. നരകത്തെ കൊണ്ടുവന്ന് കൺമുമ്പിൽ നമ്മൾ നരകം കാണുമ്പോൾ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അസമയം യതദക്കറുൽ ഇൻസാനു, മനുഷ്യൻ അവിടെ ചിന്തിക്കും, ഞാൻ നന്നായിരുന്നെങ്കിൽ, ഞാൻ ആ മാസത്തെ ആദരിച്ചിരുന്നെങ്കിൽ, ഞാൻ നിസ്കരിച്ചിരുന്നെങ്കിൽ, ഞാൻ നന്മ ചെയ്തിരുന്നു എങ്കിൽ. അപ്പോൾ ചിന്തിക്കും. അല്ലാഹു ചോദിക്കുന്നു ഫഅന്നാ ലഹു ദിക്റാ, അവിടെ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ഈ അനുഗ്രഹീത മാസങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് നന്നാവാൻ അല്ലാഹു നമുക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എന്തിനാണ് ഈ 10 ദിവസം ഇത്ര വലിയ മഹത്വം നൽകിയത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു, ഈജിപ്തിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഖബറൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹദീസിന്റെ വലിയ പ്രശസ്തനാണ്. ഫതുഹുൽ ബാരി എന്ന ബുഖാരിയുടെ ഹദീസിന്റെ ശറഹ് എഴുതിയ മഹാനാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഈ 10 ദിവസത്തെ ഉദ്ധരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാം കാര്യം എത്ര നൗഷാദെ? ഷഹാദത്ത് കലിമ മാറ്റിയാൽ ബാക്കി എത്രയുണ്ട്? 4. ആ 4 കാര്യങ്ങളും ഒരുമിച്ച് കൂടുന്നത് ഈ 10 ദിവസത്തിലാണ്. ആ 4 കാര്യങ്ങൾ ഏതാണ്? 1, നിസ്കാരം. എല്ലാ നിസ്കാരം ഉണ്ടെങ്കിലും ഒരു സ്പെഷ്യൽ നിസ്കാരം ഈ 10 ദിവസത്തിൽ വരുന്നുണ്ട്. ഏതാണ് ആ നിസ്കാരം? ഏതാ നിസ്കാരം? പെരുന്നാൾ നിസ്കാരം സ്പെഷ്യലായി വരുന്നുണ്ട്. നിസ്കാരമുണ്ട്. നോമ്പ് വരുന്നുണ്ട്. അറഫ നോമ്പുണ്ട്. 1 മുതൽ 10 വരെയുള്ള നോമ്പുണ്ട്. വ്യാഴാഴ്ച നോമ്പുണ്ട്. വെള്ളിയാഴ്ച, തിങ്കളാഴ്ച നോമ്പുണ്ട്. അപ്പൊ 2ാമത്തെ ഫർദ് നോമ്പ് വരുന്നുണ്ട്. സക്കാത്ത് ജനങ്ങളെ സഹായിക്കലാണ്. ഏറ്റവും വലിയ സഹായമാണ് ദുൽഹജ്ജ് 10-ന് നമ്മൾ എന്താക്കുന്നത്? വഹിയാർക്കുന്നത്. സ്വതക്കയും സക്കാത്തുമാണ് അതൊക്കെ. അത് വരുന്നുണ്ട്. എന്നു മാത്രമല്ല, സ്വതക്ക കൊടുക്കാൻ കുടുംബത്തിലേക്ക് അല്പവും കൂടുതൽ, എല്ലാ മാസവും ഈ 10,000 അയക്കുന്നതെങ്കിൽ ഒരു 11,000 കൂടി കൂട്ടി അയക്കാൻ, സ്വതക്ക കൊടുക്കാൻ ഏറ്റവും നല്ല മാസവും കൂടെയാണ് 1-10 ദിവസം. ശ്രദ്ധിക്കണം. അപ്പൊ സ്വതക്കയുടെ മാസമാണ്. 4ാമത്തെ ഫർള് ഏതാണ്? ഹജ്ജാണ്. ഹജ്ജ് നടക്കുന്നത് ഈ 10 ദിവസത്തിലാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയതാണിത്. ഈ 4 കർമ്മങ്ങളും ഒന്നിച്ചു കൂടുന്ന ദിവസമാണ് 10. അതുകൊണ്ടാണ് അതിന് മഹത്വം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളവர்கள் ഓർമ്മപ്പെടുത്തി. 3 10 വലിയ ബഹുമാനമുള്ളതാണ്. 3 10. അതിലൊരു 10 റമദാനിന്റെ അവസാനത്തെ 10, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അനുഗ്രഹീതമായ 10. 2ാമത്തെ 10 ദുൽഹജ്ജ് 1 മുതൽ, വിധങ്ങൾ പറയുക, 1 മുതൽ ദുൽഹജ്ജ് 10 വരെയുള്ള 10. 3ാമത്തെ 10 മുഹറം 10, ആശുറാ ഉൾപ്പെടുന്ന, മഴ വന്നത്, നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയത്, യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയത്, അങ്ങനെ ഒരുപാട് അനുഗ്രഹത്തിന്റെ ബെഞ്ചാമരങ്ങൾ ഇറക്കിയ ആശുറാ ഉൾപ്പെടുന്ന മുഹറം 1 മുതൽ 10 വരെയുള്ള ആ 10കൾക്കും വലിയ പ്രാധാന്യങ്ങളുണ്ട്. അതുകൊണ്ടാകത്തുക
ഈ അനുഗ്രഹീത മാസത്തിൽ എല്ലാ ദിവസവും കിടന്നുറങ്ങിയതുപോലെ ഉറങ്ങാതെ പശ്ചാത്തപിക്കുക, ദിക്ർ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, ഖുർആൻ ഓതുക, കഴിയുന്നവർ കഴിയുന്ന നിലക്ക് 1 മുതൽ 10 വരെയുള്ള നോമ്പുകൾ എടുക്കുക. ഒരിക്കലും അറഫയുടെ നോമ്പ് എന്തായി പോവരുത്, മിസ്സായി പോവരുത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പാലിച്ച് നാം അള്ളാഹുവിലേക്ക് അടുത്താൽ തീർച്ചയായും കാരുണ്യവാനാണ് അള്ളാഹു. നമ്മുടെ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിത്തരും. കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ഈ അറഫ ദിവസത്തിൽ ബഹുമാനപ്പെട്ട AT ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് ചെറിയ വിഷമങ്ങളൊക്കെ കൂടി ആശുപത്രിയിലായിരുന്നു. എല്ലാവരോടും ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു ആ ദുആകൾ സ്വീകരിച്ചു. ഇന്നിപ്പോൾ എവിടെ, വീട്ടിലുണ്ടോ അതോ ഇവിടെ? ഇവിടെയുണ്ട്, കണ്ടോ, ഇവിടെയുണ്ട്. അതൊക്കെ നമുക്ക് പാടമല്ലേ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. രണ്ടാമത്, അറഫ ദിവസം നാട്ടിൽ ഒരു ദിവസവും ഇവിടെ ഒരു ദിവസമാണ്. വസുവാസാക്കുന്ന ആളുകളുണ്ടാകും. അതിനൊറ്റ സിമ്പിൾ മറുപടി, ആയത്തും ഹദീസും ഒന്നും വേണ്ട. എടാ, പിറവി 2025 പിറവി, ഇനി ഇതാ 26 പിറവി വരാൻ പോകുന്നു. എല്ലായിടത്തും ഒരേ ദിവസാ, ഒരേ സമയത്താ? 2005 26 പിറക്കാൻ പോകുന്നു, ആഘോഷിക്കുന്നു. നമ്മളല്ല, ലോകം മുഴുവൻ പുതുവർഷത്തെ ആഘോഷിക്കുന്നു. പല ടൈമിലല്ലേ, ആണോ? അപ്പോൾ ഇസ്ലാം പറയുന്നത്, നീ എവിടെയാണോ താമസിക്കുന്നത് അതാണ് നിന്റെ അറഫ. നീ എവിടെയാണ് താമസിക്കുന്നത്? നിനക്ക് ദുൽഹജ്ജ് എന്നാ വരുന്നത്? നമ്മുടെ ഒക്കെ അടിസ്ഥാനം ഹിലാലാണ്. അതനുസരിച്ച് അങ്ങോട്ട് ചെയ്തേക്കുക. ഒന്ന്. രണ്ടാമത്, ചില മസാലകൾ ഇപ്പോൾ പുതിയത് വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ മസാലകളേ ഉള്ളൂ. ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തുന്നു, ഫസാദിൻ്റെ ലോകമാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മുടെ പൂർവികർ എന്താണോ ചെയ്തത് പാലിക്കുക. ഇതങ്ങ് തുറന്നു വെക്കുക, എനിക്കിഷ്ടമുള്ളത് എന്തും പറയാം. ഒറ്റ സെക്കൻഡ് കൊണ്ട് എവിടം വരെ എത്തും? ലോകം മുഴുവൻ എത്തും. വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഉസ്താദുമാരുടെ കാലമാണ്. അതുകൊണ്ട് ഫസാദിലേക്ക് നിൽക്കേണ്ട. പൂർവികരെന്താ ചെയ്തത്? വെള്ളിയാഴ്ച പെരുന്നാൾ നിസ്കാരം വന്നാൽ പിന്നെ ജുമ നിസ്കരിക്കില്ലായിരുന്നു? പറ, നിസ്കരിക്കുമായിരുന്നോ? എന്നാൽ അത് തന്നെ ഇസ്ലാം. എന്നോട് കൂടുതലൊന്നും അന്വേഷിച്ചു പോകണ്ട. വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ ആദ്യം പെരുന്നാൾ നിസ്കരിക്കണം, ജുമ സമയമാകുമ്പോൾ ജുമയും നിസ്കരിക്കണം. അപ്പോൾ പുതിയ മസലകളൊന്നും വേണ്ട. ഒരുപാട് പുതിയ മസലകൾ വരുന്ന സമയമാണ്. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതും ശ്രദ്ധിച്ചോളണം, അതിലൊന്നും ആരും പെട്ടുപോകരുത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. അർഹമുർറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ കാരുണ്യവാനായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഈ സമയം, ഈ വെള്ളിയാഴ്ച, ഈ നിറഞ്ഞ ജുമാ ദിവസത്തിൻ്റെ ഈ നല്ല സമയത്ത് ഞങ്ങളിൽ നിന്നും മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയത് അപരാധങ്ങൾ ഒരുപാടുണ്ട്. ഞങ്ങളുടെ ചാർട്ടുകളിൽ നിന്ന്, ഏടുകളിൽ നിന്ന് ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ സാഅത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ സമയം അതെല്ലാം നീ ഒഴിവാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഏടുകൾ ഫ്രീ ആക്കി തരണേ റഹ്മാനെ. ശേഷിക്കുന്ന കാലത്ത് വൻ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖും നൽകണം അല്ലാഹ്. അർഹമുർറാഹിമേ, ഞങ്ങൾ പോകുന്ന ദിവസം, നിന്റെ ലിഖാഇന് വേണ്ടി വരുന്ന ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസത്തിലാവണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യുന്ന ഒരു ദിവസത്തിൽ ആകാശങ്ങളിൽ നിന്നിറങ്ങുന്ന റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് നെറ്റിത്തടം വിയർത്ത് നസൂഹായ തൗബക്കു ശേഷം മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ മുല്ലപ്പൂ മുഖം കണ്ടു മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ സാധുക്കളായ ഞങ്ങളെ ചേർത്തിത്തരണം അല്ലാഹ്. ഞങ്ങളുടെ അനുചര സഹകളത്ര ബന്ധുമിത്രാദികൾക്കും ആ ഭാഗ്യം നൽകണേ അല്ലാഹ്. നിന്റെ ഈ മാസങ്ങളെയൊക്കെ ആദരിച്ച മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പുകളെയൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഇടപാടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, കുടുംബപരമായ പ്രതിസന്ധികളുണ്ട്. അല്ലാഹുവേ, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം തന്ന് ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പ്രവാസികളായി ഞങ്ങളെ നീ മരിപ്പിക്കരുത് റഹ്മാനേ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ പലരുടെയും മക്കൾ പല സ്ഥലങ്ങളിലാണുള്ളത്. നീ കാത്തുകൊള്ളണം റഹ്മാനെ. ഒരിടങ്ങേറിലും അവരെ നീ പെടുത്തരുത് അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് നിന്റെ സ്വാലിഹ്യങ്ങളായ ഭാര്യമാരാക്കി തരണം അല്ലാഹ്. ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ കൂട്ടായ്മയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നല്ലതിനോട് എല്ലാ ആഴ്ചകളിലും സഹകരിക്കാനുള്ള തൗഫീഖും നൽകണേ അല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി. പാതിരാവിൽ പാതി വിരിയുന്ന പാരിജാതത്തേക്കാൾ പരിമളമാണ് റസൂലുള്ളാഹ്. ഒരല്പസമയം ഒന്ന് ആസ്വദിക്കാൻ
ഞങ്ങൾ പാപം ചെയ്ത ഈ കണ്ണുകളെ കൊണ്ട് റസൂലുള്ളാന്റെ പൂമുഖം ഒന്ന് ആസ്വദിച്ച് സ്വർഗത്തിലിരിക്കാൻ അല്ലാഹു അല്ലാഹു അല്ലാഹ് ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ അല്ലാഹ് برحمتك يا ارحم الراحمين وصلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله صلى الله على محمد.